ഹായ് ഫ്രണ്ട്സ്, പ്രതീക്ഷിച്ചതുപോലെ തന്നെ നിലമ്പൂരിൽ ആര്യാടൻ ഷൗക്കത്ത് തിളക്കമാർന്ന വിജയം നേടി 11,000 വോട്ടിന്റെ ഭൂരിപക്ഷം. ഇടതുപക്ഷത്തിന് പ്രതീക്ഷിച്ചതുപോലെ പെർഫോം ചെയ്യാൻ കഴിഞ്ഞില്ല. എടുത്തു പറയേണ്ടത് PV അൻവറിന്റെ നേട്ടമാണ്. 19,690. ആര്യാടന്റെ ഭൂരിപക്ഷവും PV അൻവറിന്റെ വോട്ടും കൂടെ കൂട്ടിയാൽ ഏകദേശം 30,000-ഓളം വോട്ടിന്റെ നഷ്ടമാണ് അല്ലെങ്കിൽ പരാജയമാണ് ഇടതുപക്ഷത്തിന് സംഭവിച്ചിരിക്കുന്നത്. ഭരണവിരുദ്ധ വികാരമാണോ മറ്റു കാരണങ്ങളാണോ അതൊക്കെ ഇനി വിലയിരുത്തേണ്ടിയിരിക്കുന്നു. പക്ഷേ LDFന്റെ ശനിദശ ആരംഭിക്കുകയാണ് ഇവിടെ. ഒന്നാമതായി തന്നെ മുന്നണിയിലെ മറ്റ് ഘടകകക്ഷികൾ ഇനി മാറി ചിന്തിക്കാൻ തുടങ്ങും. നമ്പർ 1, കേരള കോൺഗ്രസ്. കോട്ടയത്തുണ്ടായ പരാജയം അവർ മറന്നിട്ടില്ല. തങ്ങളുടെ തട്ടകമായ കോട്ടയത്ത് MP സീറ്റ് നിലനിർത്താനായില്ല. ഒരുപാട് കാരണങ്ങളുണ്ട്. അതേ സ്ഥാനാർത്ഥിയെ മുഖ്യമന്ത്രി പാലയിൽ അപമാനിച്ചു. അങ്ങനെ ഒരുപാട് കാരണങ്ങളുണ്ട്. അതൊന്നും അവർ മറന്നിട്ടില്ല. കേരള കോൺഗ്രസ് മാത്രമല്ല, ചെറു പാർട്ടികൾ പലതും ഇടതുപക്ഷത്തു നിന്ന് അകലാനും UDFിലേക്ക് അടുക്കാനും സാധ്യത കൂടുതലാണ്. അതേപോലെ തന്നെ PV അൻവർ, ചെന്നിത്തല പറഞ്ഞു കഴിഞ്ഞു, അൻവറുമായി ബന്ധപ്പെട്ട കാര്യമൊക്കെ ഞാൻ ഒറ്റയ്ക്ക് തീരുമാനിക്കേണ്ടതല്ല, UDF നേതൃത്വം കൂടി ആലോചിക്കേണ്ടതാണ് എന്ന് പറഞ്ഞാൽ സതീശൻ ഒറ്റയ്ക്ക് തീരുമാനിക്കേണ്ട, ഞങ്ങൾ ആലോചിക്കട്ടെ, തീരുമാനിക്കാം എന്ന് പറഞ്ഞാൽ അടുത്ത ഇലക്ഷനിൽ PV അൻവറും UDFിനൊപ്പം ഉണ്ടാകുമെന്നർത്ഥം. പ്രത്യേകിച്ചും ത്രിതല പഞ്ചായത്തിലേക്ക്. അങ്ങനെ എല്ലാം കൊണ്ടും LDFന് കഷ്ടകാല ദിനങ്ങൾ ആരംഭിക്കുകയാണ്. അതാണ് നിലമ്പൂർ പാഠം 1.